ആത്മനമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 27 പാലാഴി മഥനവും കൂർമാവതാരവും. പാലാഴി മഥനത്തിന് കാരണമായ ദുർവാസാവിന്റെ ശാപം അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശ്ലോകം 1. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃദിതേ ശശാപശക്രം കാക്ഷാന്തി തുദിതരദേവതാംശജാനാം. ദുർവാസ സുരവനിത ആപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃദിതേ ശശാപചക്രം കാ ക്ഷാന്തി ത്വത് ഇതര ദേവതാ അംശജാനാം. ദുർവാസാവ് മഹർഷി. ഒരിക്കൽ ദുർവാസാവ് മഹർഷി സുരവനിത ആപ്ത ദിവ്യമാല്യം, ഒരു ദേവസ്ത്രീയാൽ അദ്ദേഹത്തിന് കിട്ടിയ, ദേവസ്ത്രീയിൽ നിന്നു കിട്ടിയ ആ ദിവ്യമാല്യം, കൽപ്പക പൂമാല, അത്രയും ദിവ്യമായ ആ മാല ശക്രായ ദേവേന്ദ്രന് സ്വയം ഉപദായ എന്ന് വെച്ചാൽ സ്വയം തോന്നിയിട്ട് സമ്മാനമായി കൊടുത്തു എന്ന്. എന്നാൽ തത്ര ഭൂയഃ, അതിനുശേഷം നാഗേന്ദ്രൻ എന്നാൽ ഇവിടെ ആനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ദ്രന്റെ ആന പ്രതിമൃദിതേ, ഇന്ദ്രന്റെ ആനയാൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ, ആ പൂമാല ഇന്ദ്രന്റെ ആന നശിപ്പിച്ചപ്പോൾ ശക്രം ശശാപ, ദേവേന്ദ്രനെ ദുർവാസാവ് മഹർഷി ശപിച്ചു. ത്വത് ഇതര ദേവതാം അംശജാനാം, അതായത് ഇവിടെ മേൽപ്പത്തൂരാണ് പറയുന്നത്, ഭഗവാനെ അങ്ങൊഴികെ മറ്റുള്ള ദേവന്മാരുടെ അംശങ്ങളിൽ നിന്നും ജനിച്ചവർക്ക്, അംശജാനാം ജനിച്ചവർക്ക് കാക്ഷാന്തിഹി, അതായത് എന്ത് ക്ഷമയാണ് ഉള്ളത് എന്ന്, അതായത് ക്ഷമ തീരെ ഉണ്ടാവില്ല. മഹാവിഷ്ണുവിന്റെ അവതാരമല്ലാതെ, അംശമല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരുടെ അംശമായി ജനിക്കുന്നവർക്ക് ഒട്ടും ക്ഷമയുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ശ്രീ പരമേശ്വരന്റെ അംശാവതാരമാണ് ഇവിടെ ദുർവാസാവ് മഹർഷി. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു വിദ്യാധര സ്ത്രീ ഒരു കൽപ്പക പൂമാല സമ്മാനമായി കൊടുത്തു. ആ മാല ചൂടുന്ന ആൾ ത്രൈലോക്യവന്ദിതനായി ഭവിക്കുമെന്നൊരു ദിവ്യ മാഹാത്മ്യം അതിനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി ആ മാല സ്വയം തന്നെ അദ്ദേഹത്തിന് തോന്നിയിട്ട് ദേവേന്ദ്രന് നേരിട്ട് സമ്മാനമായി കൊടുത്തു. എന്നാൽ ഇന്ദ്രനാകട്ടെ ആനപ്പുറത്തിരുന്നു കൊണ്ടാണ് ദേവേന്ദ്രൻ ആ മാല വാങ്ങിയത്. ദുർവാസാവ് മഹർഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അതങ്ങനെ ആനയുടെ മസ്തകത്തിൽ വെച്ചു. എന്നാൽ അതിന്റെ സൗരഭ്യത്താൽ ആകൃഷ്ടങ്ങളായ വണ്ടുകളുടെ ശല്യം നിമിത്തം ഐരാവതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ആന തുമ്പിക്കൈ കൊണ്ട് ആ മാല തപ്പിയെടുത്ത് താഴെയിട്ട് അതിനെ ചവിട്ടി നശിപ്പിക്കുന്നത് ദുർവാസാവ് മഹർഷി അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചു. അപ്പൊ ദുർവാസാവ് മഹർഷിയുടെ കയ്യിൽ നിന്നും ഇന്ദ്രൻ ആ മാല മേടിച്ച് ആനയുടെ മസ്തകത്തിൽ വെച്ചു. അതിന്റെ സുഗന്ധം കിട്ടിയപ്പോൾ വണ്ടുകൾ വന്ന് ആ ആനയെ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആന ആ തുമ്പിക്കൈ കൊണ്ട് ആ പൂമാല എടുത്ത് താഴെയിട്ട് കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു. ഈ കാഴ്ച ദുർവാസാവ് മഹർഷി കണ്ടു. അങ്ങനെ ക്ഷമ നശിച്ച ദുർവാസാവ് നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ, സർവ്വ ഐശ്വര്യവും നശിച്ചു പോകട്ടെ എന്ന് എല്ലാ ദേവന്മാരെയും അടക്കി അങ്ങ് ശപിക്കുകയും ചെയ്തു. തീരെ ക്ഷമ കൂടാതെയാണ് അദ്ദേഹം ഇങ്ങനെ ശപിച്ചത്. കാരണം ദുർവാസാവ് മഹർഷി പരമേശ്വരന്റെ അംശാവതാരമായതുകൊണ്ടാണ്. ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, അതാണ് വേഗത്തിൽ കോപിക്കുന്ന സ്വഭാവമുള്ളവനാണല്ലോ പരമേശ്വരൻ. അപ്പോൾ മഹാദേവന്റെ അംശാവതാരമായ ദുർവാസാവ് മഹർഷിക്കും ആ കോപമുണ്ട്. മഹാവിഷ്ണുവിന്റെ അംശങ്ങൾക്കല്ലാതെ മറ്റാർക്കും ക്ഷമയുണ്ടാവില്ല എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമുക്ക് ഭാഗവതത്തിലൊന്നും ഇങ്ങനെ ഒരു ഇന്ദ്രനെ ദുർവാസാവ് മഹർഷി ശപിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചൊന്നും ഭാഗവതത്തിൽ പരാമർശമായി ഉള്ളതായിട്ട് കാണുന്നും ഇല്ല.
ശ്ലോകം 2. ശാപേന പ്രതിദജരേധനർജരേന്ദ്രേ ദേവേഷ്വപി സുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാ കമലജം മേത്യ സർവദേവാ നിർവാണ പ്രഭവ സമം ഭവന്തമാബുഹു. ദുർവാസാവിന്റെ ശാപത്താൽ സ്വർഗഭ്രഷ്ടന്മാരായ ഇന്ദ്രാദി ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നു. അതാണ് ഈ 2ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ശാപേന പ്രതിത ജരേ അധ നിർജരേന്ദ്രേ ദേവേഷു അഭി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജം ഏത്യ സർവദേവാഃ നിർവാണ പ്രഭവ സമം ഭവന്തം ആപുഹു. അതഹ പിന്നീട്, അതായത് ഒരിക്കലും ഈ ദുർവാസാവിന്റെ ശാപം നിമിത്തം ഒരിക്കലും ജരാനര ബാധിക്കാത്ത നിർജരേന്ദ്ര എന്ന് വെച്ചാൽ ഒരിക്കലും ജരാനര ബാധിക്കാത്ത ആ ദേവേന്ദ്രൻ ശാപേന ആ ദുർവാസാവിന്റെ ശാപത്താൽ പ്രതിത ജരാനര ബാധിച്ചവനും അങ്ങനെ ദേവേഷു അഭി ദേവന്മാർ എല്ലാവരും അസുരജിതേഷു അസുരന്മാരോട് തോറ്റു. അങ്ങനെ ജരാനര ബാധിച്ചു, വാർദ്ധക്യം വന്നപ്പോൾ ശക്തി ക്ഷയിച്ചു. അങ്ങനെ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെടുത്ത് തോറ്റതോടുകൂടി അവർ സ്വർഗത്തിൽ നിന്നും ഭ്രഷ്ടരായി. അസുരന്മാർ സ്വർഗലോകം കീഴടക്കി. അങ്ങനെ തെളിവ് നശിച്ച തെളിവറ്റ പ്രഭ നശിച്ചവരായി തീർന്നു ദേവന്മാർ. അതാണ് നിഷ്പ്രഭേഷു, പ്രഭ നശിച്ചവരായി തീർന്നു ദേവന്മാർ. അങ്ങനെ അവർ ശർവാദ്യ മഹാദേവൻ സർവദേവാഹ തുടങ്ങിയ എല്ലാ ദേവന്മാരും കൂടി കമലജം ഏത്യ ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്നു സങ്കടം പറഞ്ഞു. പിന്നീട് സമം അവരെല്ലാവരും കൂടി, അതായത് മഹാദേവനും ബ്രഹ്മദേവനും മറ്റെല്ലാ ദേവന്മാരും ഒന്നിച്ചു ചേർന്ന് നിർവാണ പ്രഭവ എന്ന് വെച്ചാൽ സുഖത്തിന്റെ ഉദ്ഭവസ്ഥാനമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭവന്തം ആബുഹു അവിടെ ചെന്ന് ശരണം പ്രാപിച്ചു എന്നാണ്. അപ്പൊ ദുർവാസാവിന്റെ ശാപം നിമിത്തം ദേവേന്ദ്രനും ദേവന്മാരും ഒരിക്കലും ജരാനര ബാധിക്കാത്ത എപ്പോഴും യൗവനത്തിൽ ഇരിക്കുന്നവരായിരുന്നു. പക്ഷെ ദുർവാസാവിന്റെ ശാപം അതിങ്ങനെയായിരുന്നു. ദുർവാസാവ് ഇന്ദ്രനോട് പറഞ്ഞത്, ഞാൻ തന്ന ആ മാല നീ നിലത്തെറിഞ്ഞ് നശിപ്പിച്ചതുകൊണ്ട് നീ വസിക്കുന്ന ഈ ലോകം മുഴുവനും ശ്രീ ശൂന്യമായി പോകട്ടെ എന്ന്, ഐശ്വര്യം നശിച്ചു പോകട്ടെ എന്നാണ് ആ പറഞ്ഞത്. അതോടുകൂടിയാണ് ദേവന്മാർക്ക് ജരാനര ബാധിച്ചത് ദേവേന്ദ്രനും. അങ്ങനെ ജരാനര ബാധിച്ചപ്പോൾ ശക്തി ക്ഷയിച്ചു. പിന്നീട് നടന്ന ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെട്ടു, സ്വർഗത്തിൽ നിന്നും ഭ്രഷ്ടരാക്കപ്പെട്ടു. അങ്ങനെ ദേവന്മാർ എല്ലാവരും കൂടി മഹാദേവനെയും കൂട്ടിയിട്ട് ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ബ്രഹ്മദേവൻ ഉൾപ്പെടെ മഹാദേവനും മറ്റെല്ലാ ദേവന്മാരും കൂടി മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. ശ്ലോകം 3. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാ ചിരം തഥാനി പ്രാതുഷ്യൻ വരദ പുരപരേണ ധാംനാ ഹേ ദേവാദിതിജകുലൈ വിധായ സന്ധിം പീയൂഷം പരിമതദേതി പര്യശാസ്ത്വം. ദേവന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അമൃത മഥനം നടത്തുവാൻ അവരെ ഉപദേശിക്കുന്നു. ബ്രഹ്മാദ്യൈഹി സ്തുതമഹിമാ ചിരം തദാനീം പ്രാതുഷൻ വരദാ പുരഃ പരേണ ധാംനാ ഹേ ദേവാ ദ്വിതിജകുലൈഹി വിധായ സന്ധിം പീയൂഷം പരിമഥത ഇതി പര്യശാഹ ത്വം. ഹേ വരദ, ഭക്തന്മാർക്ക് എല്ലാ വരങ്ങളും നൽകുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ബ്രഹ്മാദ്യൈഹി ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ചിരം സ്തുത മഹിമ അവിടുത്തെ ഭഗവാനെ അവിടുത്തെ മഹാത്മ്യത്തെപ്പറ്റി ചിരം കുറേ നേരം അങ്ങ് സ്തുതമഹിമ സ്തുതിച്ചത് കേട്ട് ത്വം നിന്തിരുവടി അങ്ങ് തദാനീം അപ്പോൾ പുരഹ അവരുടെ മുന്നിൽ പരേണ ദാംന വളരെ തേജസ്സോടുകൂടി അങ്ങ് പ്രാതുഷൻ പ്രത്യക്ഷപ്പെട്ടിട്ട്
ആ ദേവന്മാരോട് ഭഗവാൻ പറയാണ്, ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ, ദ്വിതിജ കുലൈഹി, നിങ്ങൾ ആ അസുരന്മാരുമായി സന്ധിം വിധായ, സന്ധി ചെയ്തിട്ട്, പീയൂഷം, അമൃത്, പരിമഥത, കടഞ്ഞെടുക്കുവിൻ, ഇതി പര്യശ, എന്ന് ഉപദേശിച്ചു. അമൃത് സേവിച്ചാൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരും എന്ന് ഭഗവാൻ പറഞ്ഞു. ദേവന്മാർ കുറേ നേരം മഹാവിഷ്ണുവിന്റെ മഹാത്മ്യത്തെ സ്തുതിച്ചുകൊണ്ട് അതിൽ സംപ്രീതനായ ഭഗവാൻ അവരുടെ മുന്നിൽ ആ തേജസ്സോടുകൂടി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ അസുരന്മാരുടെ അടുത്ത് യുദ്ധം ചെയ്തിട്ടാണ് തോറ്റുപോയത്. പക്ഷെ അതിന്റെ വിഷമമൊന്നും കരുതേണ്ട. അമൃത് സേവിച്ചാൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരും. അതുകൊണ്ട് ശത്രുക്കളായ അസുരന്മാരുടെ സഹകരണം കൂടി നേടിയാലേ പാലാഴി കടഞ്ഞ് അമൃത് സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് കടക്കോലിന് മന്ദരപർവ്വതം വേണം, കടയുവാൻ കയറിന് പകരം വാസുകി വേണം. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അസുരന്മാരുമായി സന്ധി ചെയ്യുക, എന്നിട്ട് പാലാഴി മദനം ചെയ്ത് അമൃതിനെ എടുക്കുക. എന്നിട്ട് അമൃത് സേവിച്ചാൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീരുമെന്ന് ഭഗവാൻ ഉപദേശിച്ചു. ശ്ലോകം 4. സന്താനം കൃതവതി ദാനവൈ സുരൗകേ, മന്ദാനം നയതി മദേന മന്ദരാദ്രീ, ഭ്രഷ്ടേസ്മിൻ ബദരമിവ മുദ്വഹൻ ഗഗേന്ദ്രേ, സദ്യസ്ത്വം വിനിഹിതവാൻ പയപയോധൗ. ശ്ലോകം 4. ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്ത് മന്ദരപർവ്വതം ഭഗവാന്റെ സഹായത്തോടെ കൊണ്ടുപോയി പാലാഴിയിൽ ഇടുന്നു. അതാണ് നമ്മൾ കാണുന്നത്. സന്താനം കൃതവതി ദാനവൈഹി സുരൗഘേ, മന്ദാനം നയതി മധേന മന്ദരാദ്രീം, ഭ്രഷ്ടേ അസ്മിൻ ബദരം ഇവ ഉദ്വഹൻ ഗഗേന്ദ്രേ, സദ്യഃ ത്വം വിനിഹിതവാൻ പയഃപയോധൗ. സുരൗഘേ, ആ ദേവന്മാർ, ദാനവൈഹി സന്താനം, അസുരന്മാരുമായി സന്ധി ചെയ്തതിന് ശേഷം, കൃതവതി എന്ന് വെച്ചാൽ അതിനുശേഷം. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തതിന് ശേഷം, മന്ദാനം, അതായത് കടയുവാൻ കടക്കോലായി നിശ്ചയിച്ചിട്ടുള്ള മന്ദരാദ്രിയും, ആ മന്ദര പർവ്വതത്തെ, മദേന, ദേവന്മാരുടെ മനസ്സിലുണ്ടായ ഒരു അഹങ്കാരത്തോടു കൂടി തന്നെ അങ്ങ് നയതി, എടുത്തുകൊണ്ടുപോയി. അങ്ങനെ പോകുന്ന വഴിക്ക് അസ്മിൻ ഭ്രഷ്ടേ, ആ പർവ്വതം അവരുടെ കയ്യിൽ നിന്നും താഴെ വീണു പോകയാൽ, സദ്യഃ, ഉടനെ തന്നെ, ത്വം, ഭഗവാനെ, അങ്ങ്, ബദരം ഇവ എന്ന് വെച്ചാൽ ഒരു പഴം എന്ന പോലെ, ലന്തപ്പഴത്തെ എന്ന പോലെ അത്രയ്ക്കും അനായാസമായിട്ട് ആ മന്ദരപർവ്വതത്തെ ഗഗേന്ദ്ര ഉദ്വഹൻ, ഗരുഡന്റെ പുറത്തേക്ക് എടുത്തു വെച്ചിട്ട്, പയോധൗ, ആ പാലാഴിയിൽ കൊണ്ടുപോയി വിനിഹിതവാൻ, ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അവരുടെ ദുഃഖങ്ങൾ മാറാനായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തപ്പോൾ, ആ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് കുറച്ചൊരു അഹങ്കാരം കയറി, രക്ഷപ്പെടുമെന്ന് മനസ്സിലായി. അപ്പൊ ദേവന്മാർ ചെന്ന് അസുരന്മാരുമായി സന്ധി ചെയ്തു. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇനി ഞങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, എന്തും സാധിക്കുമെന്നൊരു അഹങ്കാരവും ദേവന്മാരുടെ ഉള്ളിൽ തോന്നി. സ്വന്തം ശക്തിയിലും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ എന്തും സാധിക്കുമെന്നൊരു അഹങ്കാരവും തോന്നി. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പാലാഴി കടയുന്നതിന് കടക്കോലായി നിശ്ചയിച്ചിട്ടുള്ള ആ മന്ദരപർവ്വതം എടുത്ത് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് അതിന്റെ ഭാരം താങ്ങാനാവാതെ പർവ്വതം അവരുടെ കയ്യിൽ നിന്നും താഴെ വീണു. അപ്പോൾ ഭഗവാൻ അവിടെ ചെന്ന് ഒരു കൈകൊണ്ട് മന്ദരപർവ്വതം എടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് അതിനെ കൊണ്ടുപോയി പാലാഴിയിൽ ഇട്ടു എന്ന്. അപ്പൊ ദേവന്മാരുടെ മനസ്സിൽ അഹങ്കാരമുണ്ട് എന്ന് തോന്നിയ വഴിക്ക് ഭഗവാൻ അതിനുള്ള ഒരു അതിനെ മാറ്റിക്കളയാനായിട്ട്, അതായത് അവരുടെ ശക്തിയല്ല, അവരുടെ ശക്തി കൊണ്ട് അത് സാധ്യമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ആ അഹങ്കാരത്തെ ശമിപ്പിക്കാനുള്ള കാര്യം അവിടെ അപ്പ ചെയ്തു എന്നാണ് പറയുന്നത്. അവരുടെ അഹങ്കാരം ഞങ്ങൾക്കിനി എന്തും സാധിക്കുമെന്ന് അവരുടെ ഉള്ളിലുണ്ടെന്ന് തോന്നിയപ്പോൾ പർവ്വതത്തിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അവരുടെ കയ്യിൽ നിന്ന് പർവ്വതം താഴെ വീണു. അപ്പൊ ഭഗവാൻ തന്നെ വന്ന് ആ പർവ്വതം എടുത്തു പൊക്കി ഗരുഡന്റെ പുറത്ത് വെച്ച് അങ്ങനെ അത് പാലാഴിയിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പൊ ഈശ്വരാനുഗ്രഹമില്ലാതെ ഒന്നും സാധ്യമല്ല. സ്വന്തം ശക്തി കൊണ്ട് എന്തും നേടാമെന്ന് അഹങ്കരിക്കുന്നവർക്കുള്ള ഒരു ഉത്തരം തന്നെയാണത്.
ശ്ലോകം 5. ആദായ ദ്രുതമദ വാസുകീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിധൗ സുരാസുരൈസ്തൈ വ്യാജാത്വം ഭുജഗമുഖേ അഗരോസുരാരീം. ശ്ലോകം 5. പാലാഴി മദനം അങ്ങനെ തുടങ്ങുന്നു. ആദായ ദ്രുതം അധ വാസുകീം വരത്രാം പാദോദൗ വിനിഹിത സർവബീജജാലേ പ്രാരാബ്ധേ മദനവിധൗ സുരാസുരൈഃ തൈഃ വ്യാജാത് ത്വം ഭുജഗമുഖേ അകരോഹോ സുരാരീൻ. അഥ പിന്നീട് തൈഹി സുരാസുരൈഹി ആ ദേവാസുരന്മാർ ദ്രുതം വളരെ വേഗത്തിൽ വാസുകീം വരത്രാം വാസുകിയെ വരത്രാം ആദായ കയറാക്കിയിട്ട് വിനിഹിത സർവബീജജാലേ എല്ലാവിധ ഔഷധ ബീജങ്ങളും ഇട്ടിട്ടുള്ള പാദോധൗ ആ സമുദ്രത്തിൽ മഥനവിധൗ മഥനം തുടങ്ങിയപ്പോൾ മഥനവിധൗ പ്രാരാബ്ധേ മഥനം തുടങ്ങിയപ്പോൾ ത്വം ഭഗവാനെ അങ്ങ് വ്യാജാത് ആ സമയം ഒരു കാപട്യം പ്രയോഗിച്ചു ഭഗവാൻ സുരാരീൻ അസുരന്മാരെ ഭുജഗമുഖേ വാസുകിയുടെ തലയ്ക്കൽ അകരോഹോ ആക്കി തീർക്കുകയും ചെയ്തു എന്ന്. അതായത് ദേവാസുരന്മാർ അങ്ങനെ നാഗരാജാവായ വാസുകിയെ കൊണ്ടുവന്ന് മന്ദരത്തിന്മേൽ ചുറ്റി അങ്ങനെ സമുദ്രത്തിൽ എല്ലാ ഔഷധങ്ങളും ഇട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഔഷധ ബീജങ്ങളും സമുദ്രത്തിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് മദനത്തിനായി ഒരുങ്ങി. ഭഗവാൻ മഹാവിഷ്ണുവും ദേവന്മാരും കൂടി വാസുകിയുടെ തല ചെന്ന് പിടിച്ചു. ആദ്യം ഇത് ഭഗവാന്റെ സൂത്രം തന്നെയായിരുന്നു. അതാണ് ഭഗവാൻ ഒരു കാപട്യം കാണിച്ചു എന്ന് പറയുന്നത്. ആദ്യം തന്നെ ചെന്ന് വാസുകിയുടെ തലഭാഗം പിടിച്ചു. അപ്പോൾ അസുരന്മാർ ഞങ്ങൾ ഈ വാസുകിയുടെ വാൽഭാഗം പിടിക്കില്ല, ഈ വൃത്തികെട്ട വാല് പിടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ മടിച്ചു നിന്നില്ല. ഉടനെ തന്നെ മഹാവിഷ്ണുവും ദേവന്മാരും വാലിന്റെ ഭാഗത്തേക്കു മാറി. എന്നാ ശരി, നിങ്ങൾ തലഭാഗം പിടിച്ചോ, ഞങ്ങൾ വാല് പിടിച്ചോളാം എന്ന് പറഞ്ഞ് വാൽഭാഗത്തേക്ക് മാറി. അസുരന്മാർ തലയും പിടിച്ചു, അങ്ങനെ ദേവന്മാർ വാലും പിടിച്ചു. അങ്ങനെ രണ്ടു കൂട്ടരും ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങി. ഭഗവാൻ ഇവിടെ കാപട്യം കാണിച്ചു എന്ന് പറയുന്നത് ഭഗവാൻ ആദ്യം ചെന്ന് തല പിടിച്ചു എന്നതാണ് ഇവിടെ കാണിച്ച കപടം. കാരണം മദനം തുടങ്ങിയാൽ വാസുകിയുടെ മുഖത്ത് നിന്നും വിഷം പുറത്തേക്ക് ചുറ്റും. അത് പുറപ്പെടുന്നത് ദേവന്മാർക്ക്, ആ വിഷം തട്ടുന്നത് ദേവന്മാർക്ക് നല്ലതല്ല. അത് ഭഗവാൻ അറിയാം. അപ്പോ ആദ്യം പോയി വാൽഭാഗം പിടിച്ചാൽ അസുരന്മാർ വന്നിട്ട് നല്ല ഭാഗം ദേവന്മാർക്ക് കൊടുത്തു, ഞങ്ങൾക്ക് വാല് പിടിക്കണം എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം പോയി തല പിടിച്ചത്. താൻ ആദ്യം തല പിടിച്ചാൽ അസുരന്മാർ വാല് പിടിക്കില്ലെന്ന് ശടിക്കുമെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. അങ്ങനെ വാസുകിയുടെ വിഷക്കാറ്റ് വീശുന്ന മുഖത്തിനടുക്കൽ അസുരന്മാരെ നിർത്തണമെന്ന് കരുതി ആണ് ഭഗവാൻ പോയി ആദ്യം തല പിടിച്ചത്. അവരെ കൊണ്ട് അങ്ങനെ വാശി പിടിപ്പിക്കാൻ ആദ്യം ഭഗവാൻ തല പിടിച്ചതിന്റെ കാരണം അതാണ്. അസുരന്മാരെ കൊണ്ട് വാശി കയറ്റാൻ. കാരണം ഭഗവാൻ പോയി പിടിക്കുന്നുണ്ടെങ്കിൽ നല്ല ഭാഗേ പിടിക്കൂ, ദേവന്മാർക്ക് നല്ല ഭാഗേ കൊടുക്കൂ എന്ന് അസുരന്മാർക്ക് അറിയാം. അപ്പോ ഭഗവാൻ പോയി തല പിടിച്ചു. അപ്പോ അസുരന്മാർ വാശി പിടിച്ചു, ഞങ്ങൾക്ക് തല പിടിക്കണം, ഈ വൃത്തികെട്ട വാല് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല എന്ന്. അത് ഭഗവാന്റെ സൂത്രമായിരുന്നു. കാരണം ഈ മദനം തുടങ്ങിയാൽ വാസുകിയുടെ വായിൽ നിന്നും വിഷം ചുറ്റും, അത് ദേവന്മാർക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ വാൽഭാഗത്തേക്ക് വരണം ദേവന്മാർ, അതിന് അസുരന്മാർ തലഭാഗത്തേക്കും വരണം. അതിനു വേണ്ടിയാണ് തല പോയി ആദ്യം പിടിച്ചത്. അപ്പൊ അസുരന്മാർ വാശി പിടിച്ചു. അങ്ങനെ അസുരന്മാരെ തലഭാഗത്തും ദേവന്മാരെ വാൽഭാഗത്തും ആക്കിയിട്ട് അങ്ങനെ മദനം തുടങ്ങി.